ഹായ് ഫ്രണ്ട്സ്, ഐവറി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച സാമ്പാറാണ്. ഒരു ഗ്ലാസ് പരിപ്പ് നന്നായി കഴുകി വയ്ക്കുക. 2 ഗ്ലാസ് വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് വേവിച്ചെടുക്കാം. 3 വിസിലാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ചീനച്ചട്ടി ചൂടാക്കുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. ഒരു ചീനച്ചട്ടിയിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കായം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് ചുവന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ കളർ മാറി വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എട്ട് വെണ്ടയ്ക്ക അരിഞ്ഞത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മിക്സ്ചറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ കൺസിസ്റ്റൻസി. 3 വിസിലിന് ശേഷം പരിപ്പ് വെന്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞു കൊടുക്കാം. വഴറ്റി വെച്ച വെണ്ടയ്ക്കും സബോളയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ച മിക്സ്ചറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ആ മിക്സ്ചർ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പച്ചക്കറി വെന്ത് വന്നതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം.
ഇനി അത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്